ഇസ്ലാം എന്നാൽ സൂഫി ഇസ്ലാമാണ് എന്ന മുദ്രാവാക്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. നഖ്ശബന്ദിയ തരീഖത്തിലെ പ്രധാന ആളുകളിൽ ഒരാളാണ് അബൂ യസീദ്. ഷെയ്ഖാൻ വലിയാണെന്ന് പറയപ്പെടുന്ന ആളാണ്. ഇദ്ദേഹം പറഞ്ഞു, ലഖദ് വദിത്തു അൻ ഖാമത്തിൽ ഖിയാമ, അന്ത്യനാൾ സംഭവിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. ഹത്താ അൻസിബ ഖൈമതി അലാ ജഹന്നം, എന്തിനാണ് അന്ത്യനാൾ സംഭവിച്ചാൽ ഞാൻ ഉടനെ പോയി നരകത്തിന് മുകളിൽ എൻ്റെ കൂടാരം കെട്ടും. അപ്പോൾ ഒരാൾ ചോദിച്ചു, അദാക യാ അബാ യസീദ്, എന്തിനാണ് നിങ്ങൾ അവിടെ പോയി കൂടാരം കെട്ടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഅലമു അന്ന ജഹന്നമ ഇദാ റഅത്നി തഖ്മുജ്, നരകം എന്നെ കണ്ടു കഴിഞ്ഞാൽ അതിലെ തീയൊക്കെ അണഞ്ഞു പോകും. ഇതൊക്കെ വലിയ നിരീശ്വരവാദം ഉണ്ടല്ലോ. ഫഅകൂന റഹ്മതൻ ലിൽ ഖൽഖ്, അതിലൂടെ ഞാൻ സൃഷ്ടികൾക്കെല്ലാം കാരുണ്യമായി മാറും. ഈ അഖീദയാണ് തരീഖത്തിന്റെ കിതാബുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഈ അഖീദയാണ് തരീഖത്തിന്റെ മജ്ലിസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. വലിയമാരെ കുറിച്ച് ഈ അഖീദയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അബൂ യസീദ് എന്ന് പറയുന്ന ഈ വ്യക്തി തന്നെയാണ് പറഞ്ഞത്, അല്ലാഹുമ്മ ഇൻ കാന ഫീ സാബിഖി ഇൽമിക അന്നക തുഅദ്ദിബു അഹദൻ മിൻ ഖൽഖിക ബിന്നാർ, അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും നീ നരകം കൊണ്ട് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നീ എൻ്റെ ഫഅദ്ദിം ഖിൽഖതി, നീ എൻ്റെ സൃഷ്ടിപ്പ് വലുതാക്കണം. ഹത്താ ലാ തസ്അ മഅ ഗൈരി, എന്നെ നരകത്തിലിട്ടാൽ വേറെ ആൾക്കും കയറാൻ പറ്റാത്ത രൂപത്തിൽ എൻ്റെ ശരീരത്തെ നീ വലുതാക്കണം, ഞാൻ അവർക്ക് വേണ്ടി ഈ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളാം. തരീഖത്തിന്റെ കിതാബുകളിലെ അഖീദയാണിത്. കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിലേക്ക് മനോഹരമായ തലക്കെട്ടുകളിലൂടെ കയറ്റിവിടാൻ ശ്രമിക്കുന്ന അഖീദയാണിത്. ഖുർആൻ എവിടെ ഇതിൽ, ഹദീസ് എവിടെ ഇതിൽ, സലഫുകൾ എവിടെ ഇതിൽ, ഇമാമിങ്ങൾ എവിടെ ഇതിൽ? ആർക്കും പരിചയമില്ലാത്ത അഖീദയാണിത്. ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഇഷ്കിന്റെയും മുഹബ്ബിന്റെ മജ്ലിസെ ഇഷ്ക് എന്നാണ് ഇത്തരം സദസ്സിന്റെ പേര് തന്നെ. സദസ്സുകളിലേക്ക് ജനങ്ങളെ വിളിച്ചു പഠിപ്പിക്കുന്നത് ഈ അഖീദയാണ്. യഥാർത്ഥത്തിൽ ഇവർ സിന്ദീഖുകളാണ്. ദീനിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിന്റെ ദീനിനെ തകിടം മറിക്കുന്ന, ഹലാൽ ഹറാമുകളെ നശിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇവരുടെ ശൈഖന്മാരെ നിങ്ങൾ നോക്കിക്കോളൂ, നിസ്കരിക്കാനുണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ പറയും, ഞാൻ നിസ്കരിക്കാത്തത് ഇപ്പോൾ ഞാൻ മക്കയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. ഏത് സുബൈക്കോ അതിനടുത്ത് പോയിട്ട് എല്ലാ ഉസ്താദെ എന്താ നിസ്കരിക്കാൻ കാണായിരുന്നു, ഞാൻ ഇപ്പം മക്കയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. സുബൈ ഇവിടുത്തെ സമയത്തിലല്ലോ അവിടെ ഉള്ളത്, പിന്നെ എങ്ങനെ സുബൈ അവിടെ പോയി നിസ്കരിക്കുന്ന സമയത്ത്? അടുത്ത സമയം വ്യത്യാസമല്ലേ? കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾ ചിന്തിക്കണ്ടേ? അതല്ലെങ്കിൽ അവൻ പറയും, 40 തടി ഉണ്ട്, അതിൽ ബാക്കി 39 തടി നിസ്കരിക്കാൻ. ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന തടി മാത്രം ഒരിക്കലും നിസ്കരിക്കില്ല. ഈ ബാക്കി 39 തടി നിസ്കരിച്ചാലും നോക്കൂ, നിസ്കാരവും ഇബാദത്തുകളും ഇവർ ഏത് രൂപത്തിലാണ് നശിപ്പിച്ചത് എന്ന് നിങ്ങൾ നോക്കുക. ദീൻ എന്നാൽ ലുബ്ബും ഖുശൂറും ഉണ്ട്. ലുബ് എന്ന് പറഞ്ഞാൽ ഉൾക്കാമ്പാണ്, ഖുശൂർ എന്ന് പറഞ്ഞാൽ പുറന്തോടാൻ. നിങ്ങളൊക്കെ പുറന്തോടിൽ തപ്പുന്നവരാണ്, നിസ്കരിക്കുന്ന നോമ്പെടുക്കുകയും ചെയ്യുന്നവർ. ഞങ്ങൾ ഇതാ ഉൾക്കാമ്പിലേക്ക് ഇറങ്ങിയവരാണ്. ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവന് തോന്നിയതുപോലെ ജീവിക്കാം. ഇബ്നു അറബി അയാൾ പറഞ്ഞതായി പറയപ്പെടുന്നു. അയാൾ പറഞ്ഞത്ര ഒരിക്കൽ റൊട്ടി കഴിക്കാൻ പോയിരുന്നപ്പോൾ അയാൾ പറഞ്ഞു, അകല റബ്ബുൻ റബ്ബൻ, പറഞ്ഞു ഒരു റബ്ബ് മറ്റൊരു റബ്ബിനെ തിന്നിരിക്കുന്നു. മാദല്ലാഹ്, എന്ത് വാക്കാണത്, അത്ര ഗൗരവമുള്ള വാക്കാണത്. കാരണം അവന്റെ വിശ്വാസത്തിൽ റൊട്ടിയും റബ്ബാണ്, അവനും റബ്ബാണ്. അപ്പോൾ റൊട്ടിയെ തിന്ന അവൻ ഒരു റബ്ബ് മറ്റൊരു റബ്ബിനെ തിന്നിരിക്കുന്നു. ഈ തനിച്ച നിരീശ്വരവാദമാണ് തരീഖത്തിന്റെ സൂഫിയത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്തോ മനോഹരമായ ഇസ്ലാമിന്റെ സുവർണ്ണ കാലഘട്ടമാണ് എന്നാണ് ജനങ്ങൾ ധരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിനെ വിദൂരം വലിച്ചെറിയുന്ന ഭ്രാന്തിന്റെയും അറിവില്ലായ്മയുടെയും വിഡ്ഢിത്തരത്തിന്റെയും മാത്രം മതമാണ് സൂഫിയത്ത് എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നരകം എനിക്കതിനെ പേടിയില്ല, സ്വർഗം എനിക്കത് ആവശ്യമൊന്നുമില്ല, ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, എനിക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എന്നെ നയിക്കുന്നത് എന്ന ഈ അഖീദ സൂഫികളെ നയിച്ചത് തനിച്ച നിരീശ്വരവാദത്തിലേക്കാണ്. നബിമാരെയും ഔലിയാക്കന്മാരെയും ഇബാദത്തിന് പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത് നിഷേധിക്കുക എന്നത്. ഇസ്ലാമിനെ തള്ളി പറയില്ല. മറ്റുള്ള ഹൈന്ദവരിൽ നിന്ന്, അവരുടെ അദ്വൈത സിദ്ധാന്തത്തിൽ നിന്ന് കടം കൊണ്ട തനിച്ച പിഴച്ച വിശ്വാസങ്ങളാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അഖീദ മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നാൽ അതുണ്ടാക്കുന്ന അപകടം അവരുടെ ദീനിനെ പൂർണ്ണമായി നശിപ്പിക്കലായിരിക്കും.